ഹലോ എവ്രി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നെക്സ്റ്റ് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കനുപ്രിയയിലെ തീസര ഗീതാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഞാൻ ലൈൻ ബൈ ലൈൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളവരൊന്ന് കമന്റ് ചെയ്യുക. ഞാൻ ഒപ്പം ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിഫിക്കൽട്ട് വേർഡ്സും കൂടി പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് ഒപ്പം വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക, അത് മലയാളത്തിലൊന്ന് മാർക്ക് ചെയ്യുക. എക്സാം ആവണ വരെ വെയിറ്റ് ചെയ്തിരിക്കാതെ കേട്ടോ. ഓക്കെ, ഈ ഒരു പോയത്തിൽ മെയിനായിട്ട് പറയുന്നത് കൃഷ്ണൻ രാധയെ പ്രണയിക്കുന്നതിന് മുന്നേ, അതായത് അവർ പ്രണയിക്കുന്നതിന് മുന്നേ രാധയ്ക്ക് കൃഷ്ണനെ കാണുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ഓരോ സമയത്ത് രാധയ്ക്ക് കൃഷ്ണനെ കുറിച്ച് തോന്നിയിരുന്ന ചില കാര്യങ്ങളാണ് ഈ ഒരു കവിതയിൽ പറയുന്നത് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം വീഡിയോയ്ക്ക് ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കാം കേട്ടോ. നിങ്ങളെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക, അപ്പോൾ അവർക്കും കൂടി യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈനിലേക്ക് പോവാം. നമ്മുടെ കവിത തീസര ഗീത്. ധണ്ടാസെ ലൗഡത്തെ, ധഡ എന്ന് പറഞ്ഞാല് കടവിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് തീസരെ പഹർക്കെ അലസായി വേലാമേം, അതായത് അലസായി വേല പറഞ്ഞാൽ ആ മടി പിടിച്ചിരിക്കുന്ന സമയം, ആ ഒരു മടി പിടിച്ചിരിക്കുന്ന ഉച്ച സമയത്ത്, മടി പിടിച്ചിരിക്കുന്ന അലസമായിരിക്കുന്ന ഒരു സമയത്ത് തുംഹെ കദംബ് കെ നീച്ചം, കദംബ് എന്ന് പറഞ്ഞാൽ വൃക്ഷം, ഒരു വൃക്ഷമാണ് കദംബ് എന്ന് പറഞ്ഞാല്. അതായത് ഉച്ച സമയത്ത് കുളിച്ചു വരുന്ന ഒരു മടി പിടിച്ചിരിക്കുന്ന ഒരു സമയത്ത് താങ്കളെ കാണാറുണ്ട്. എവിടെ? കദംബ് എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷത്തിന്റെ താഴെ. ചുപ് ചാപ് ധ്യാൻ മാനെ ഘടേ പായ, അതായത് ആ ഒരു വൃക്ഷത്തിന്റെ അടിയിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്? അതായത് ചുപ് ചാപ് ധ്യാൻ മേ, അതായത് വളരെ അധികം സൈലൻസിൽ, നിശബ്ദമായി ധ്യാനത്തിലിരിക്കുന്ന കൃഷ്ണനെ കാണാറുണ്ട്. എങ്ങനെയാണ് ഇരിക്കാറ്? സൈലൻസിൽ, ഒരു നിശബ്ദമായിട്ടിരിക്കുന്ന, ധ്യാനത്തിലിരിക്കുന്ന രീതിയിൽ കാണാറുണ്ട്. അലസായി എന്ന് പറഞ്ഞാൽ മടി പിടിച്ചിരിക്കുന്ന. ഓക്കെ, അലസായി എന്ന് പറഞ്ഞാൽ മടി പിടിച്ചിരിക്കുന്ന. ഇനി നെക്സ്റ്റ് ലൈൻ നോക്കാം. മേനെ കോയി അജ്ഞാൻ വനദേവത സമജ് കിതനി ഭാർ തുമ്ഹാരെ പ്രണാം കർ സീർ സമജ്കായ, അതായത് ഞാൻ എത്രയോ തവണ താങ്കളെ കാണുമ്പോൾ ഒരു വനദേവതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് താങ്കളുടെ മുന്നിൽ തല കുനിച്ച് നിന്നിട്ടുണ്ട്. അതായത് താങ്കളെ കണ്ടപ്പോൾ ഒരു വനദേവതയാണെന്ന് വിചാരിച്ചിട്ട് താങ്കളുടെ മുന്നിൽ തല കുനിച്ച് നിന്നിട്ടുണ്ട് എന്ന് പറയാണ്. അതായത് ഫസ്റ്റ് ഇവിടെ കൃഷ്ണനെ കണ്ടപ്പോൾ രാധ മനസ്സിലാക്കിയത് ഒരു വനദേവതയാണെന്ന് വിചാരിച്ചിട്ടാണ്. കൃഷ്ണനെ ഫസ്റ്റ് രാധയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പലതവണ താങ്കളുടെ മുന്നിലെ പ്രണമിച്ച് നിന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പർത്തും കടേ രഹേ അഡിങ് നിലിത് വിധാരങ് നിശ്ചൽ, അതായത് താങ്കള് അതിൽ നിന്ന് അശ്രദ്ധനായി അല്ലെങ്കിൽ നിശ്ചലനായി നിന്നു എന്നാണ് പറയുന്നത്. തങ്ങളുടെ ധ്യാനത്തിൽ നിന്ന് നിശ്ചലനായിട്ട് നിന്നു. തും നേ കബി ഉസേ ശ്രീകാർഗാർ ഹി നെഹി, അതായത് താങ്കൾ എൻ്റെ ആ ഒരു പ്രണാമത്തെ പലപ്പോഴും സ്വീകരിക്കുക പോലും ചെയ്തില്ല എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇത്രയും ലൈൻ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇനി നമുക്ക് നെക്സ്റ്റ് ലൈൻ നോക്കാം. ദിൻ പർ ദിൻ ബിഥലെ ഗയെ ഓർ മേനെ തുംഹോ പ്രണാം കർ ബി ചോട് ദിയാ पर मुझे क्या मालूम था कि वह असंस्कृति ही आडू बंधन बनकर, ദിവസങ്ങൾ കടന്നുപോയി, അതായത് ഓരോ ദിവസം കടന്നുപോയി, ഞാൻ താങ്കളെ പ്രണമിക്കുന്നത് കൈകൂപ്പുന്നത് നിർത്തുകയും ചെയ്തു. പക്ഷേ എനിക്കറിയാമായിരുന്നു, അതായത് ഒരിക്കലും പൊട്ടിച്ച് കളയാൻ പറ്റാത്ത ടൂട്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പൊട്ടിച്ച് കളയാൻ പറ്റാത്തൊരു ബന്ധനമാകും അതെന്ന് എനിക്കറിയാമായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അതായത് ഓരോ ദിവസവും അഞ്ജലി പറഞ്ഞ കൂപ്പിയിട്ട് കൈത്തണ്ട് കൂപ്പിക്കൊണ്ട് പ്രണമിക്കുമായിരുന്നു. അതൊരിക്കലും പൂട്ട് തുറക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രണാമമായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ചാൻസ് നോക്കാം. ഓർ മുझे क्या मालूम था कि, എനിക്കറിയില്ലായിരുന്നു, അത് താങ്കൾ വെറുതെ അവിടെ നിശ്ചലനായി നിൽക്കുകയല്ല എന്ന് എനിക്കറിയില്ലായിരുന്നു. കേവൽ നിശ്ചൽ ഘടേ നഹി രഹേ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ലൈൻസിന്റെ മീനിങ്. തുംഹോ വഹ് പ്രണാം की मुद्रा और हाथों की गति इस तरह की गति की तुम मेरे एक एक अंग की एक एक गति की पूरी तरह भान लगे, അതായത് താങ്കൾ അന്ന് അവിടെ വെറുതെ നിശ്ചലനായി നിൽക്കുകയായിരുന്നില്ല എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പകരം താങ്കൾ ആ ഒരു പ്രണാമത്തിന്റെ, രാധയുടെ ഒരു പ്രണാമത്തിന്റെ ഓരോ മുദ്രകളും, അതായത് കൈ അനക്കുന്ന ഓരോ രീതികളും ആ ഒരു മുദ്രകളും അതുപോലെ ഓരോ ശരീരഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഇഷ്ടപ്പെട്ട് ആ ഒരു ചലനങ്ങളൊക്കെ ശ്രദ്ധിക്കുകയായിരുന്നു എന്ന് രാധയ്ക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഇസ് സംബൂർ കെ ലോഭേ തും भाल उस प्रणाम
नाद्र के क्यों स्वीकार्य दो और मुझे पहली के देखो कि मैं तुम्हारे समझती थी कि तुम कितने വിദ്രംഗോ. അതായത് എന്നെ സമ്പൂർണ്ണമായിട്ടും ആവശ്യമുള്ള താങ്കൾ എന്തുകൊണ്ടാണ് എൻ്റെ പ്രണാമം മാത്രം സ്വീകരിക്കുന്നത് എന്നാണ് ഇതിൽ ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് ഞാൻ എന്ത് പൊട്ടിയാണ്, ലൈക്ക് ഞാൻ എന്തൊരു പൊട്ടത്തിയാണ്, കാരണം താങ്കൾ അങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ ഒട്ടും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ എന്നെ അശ്രദ്ധനായിട്ട് എന്നെ ഒട്ടും ശ്രദ്ധിക്കാത്ത രീതിയിലാണ് താങ്കൾ നിൽക്കുന്നത് എന്ന്. പക്ഷേ താങ്കൾ എന്നെ ഓരോ രീതിയിലും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു കവിതയുടെ അർത്ഥം ഇതാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, ലൈക്കും കൂടി ചെയ്തേക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.